അത് മതി. അതിന്റെ ഓക്കെ. ആവശ്യമില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് മാറ്റാം. ഇതപ്പോൾ ജസ്റ്റ് വോളിൽ വെക്കുന്ന രീതിക്ക് അങ്ങനെ ജസ്റ്റ് ഇവിടെ വേറെ എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണോ, അല്ലെങ്കിൽ ജസ്റ്റ് വോളിലേക്ക് അങ്ങനെ മതിയോ? ജസ്റ്റ് വാള് മാത്രം മതി. ഓക്കെ സാർ. ഓവർ വർക്ക് ചെയ്തതിനെ കുറച്ച് ഇതായി പോകും, കൺജസ്റ്റ് ചെയ്ത് അതാണ് കാരണം ആകെ ഒരു കൂടെ ഒരു ഇതായി. ഉം. നമുക്ക് സ്റ്റോറേജ് ഏരിയ ഇത് മതിയാവത്തില്ലേ? അത് മതി. ദാറ്റ്സ് ഇനഫ്. ഓക്കെ സാർ. നമുക്കിനി വാഷ്റൂം ഒന്ന് കാണാം കേട്ടോ. ഒരു മിനിറ്റ്. ആ പറഞ്ഞു. ഡോറിന്റെ അവിടെ ഗ്യാപ്പ് എങ്ങനെയാ? ഇവിടെ നമുക്ക് ചെറിയൊരു, അതായത് ഇവിടെ നിന്ന് മെയിൻ ഡോർ ഇവിടെ വരും, അവിടുന്ന് നമ്മളുടെ വാഷ്റൂമിലേക്കുള്ള ഡോർ ഈ സൈഡിലാണ് കൊടുത്തത്. ഡോർ ഓപ്പൺ ഇൻസൈഡ് ആണ്, അല്ല മെയിൻ ഡോർ മെയിൻ ഡോർ. മെയിൻ ഡോർ. ഇത് ടോയ്ലറ്റ് ഡോറ്, മെയിൻ ഡോർ ഇൻസൈഡ് ഓപ്പണിംഗ് അല്ലേ? അത് നമുക്ക് ഉള്ളിലേക്ക് മതിയില്ലേ? അതെ. അല്ല, ഇൻസൈഡ് ഓപ്പണിംഗ് മീൻസ് വാളിലേക്കാണ്. നമ്മളെ കബോർഡിന്റെ സൈഡിലുള്ള വാളിലേക്ക്. അതെ. അത് മതി. ഓക്കെ സർ, നമുക്കിനി വാഷ്റൂം ഒന്ന് കാണാം. വാഷ്റൂമിൽ എന്തെങ്കിലും ഡിസൈൻ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണേ. ഇത് ജസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ, ഇനി കളേഴ്സ് എന്തെങ്കിലും മാറ്റണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ടോയ്ലറ്റ് അത് ഇത് ലൈറ്റ് വേണോ? കളറല്ലേ? ലൈറ്റ് എന്തോ? കളറല്ലേ നല്ലത്? ലൈറ്റ് കളേഴ്സ് കൊടുത്തത് വേണമെങ്കിൽ നമുക്ക് കളർ മാറ്റാം. അല്ല അതല്ല, ഈ മറ്റേ ഇതിന്റെ ക്ലോസറ്റ് ഡാർക്ക്, ഒരു ഡാർക്ക് കളർ ക്ലോസറ്റ് മാറ്റിയിട്ട് ഓക്കെ, ലൈറ്റ് കളർ ആക്കാം. വൈറ്റ് ആക്കാൻ മതിയോന്നോ? വൈറ്റ് ആണ് സ്റ്റാൻഡേർഡ്. ഓക്കെ. പിന്നെ നമുക്കിവിടെ ഒരു ഷവർ ഏരിയ വരുന്നുണ്ട് ഈ പോർഷനിൽ. ഇപ്പോൾ റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ട് കാണാത്തത്, ഇവിടെയാണ് വെച്ചത്. ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും ഷവർ ഏരിയ വരിക. ക്ലോസറ്റും ഷവർ ഏരിയയും കാണിക്കും. ഡിസ്റ്റൻസ് ഉണ്ട്, ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഡിസ്റ്റൻസിലാണ് ചെയ്തത്. പിന്നെ ഇത് നമ്മൾ ഗ്ലാസ് ആണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഇത് ക്ലോസറ്റ്, ഡോറ്, വാഷ് ബേസിന്, ക്ലോസറ്റ്, ഷവർ ഏരിയ അല്ലേ? ഷവർ ഏരിയ ഒന്ന് ഇതൊക്കെ ഫോക്കസ് ചെയ്ത് ഒരു മിനിറ്റ്. ഷവർ ഏരിയ ഇങ്ങനെ കൊടുക്കണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നോർമൽ ആയിട്ട് ഷവർ മാത്രം അങ്ങ് കൊടുത്താൽ മതിയോ? ഇങ്ങനെ ഗ്ലാസിന്റെ ഇത് വേണോ? ഇത് ഒരു വ്യക്തത കാണാത്ത. ഒരു മിനിറ്റ്, അത് ലൈറ്റിന്റെ ആണ്. ചാർജറിന്റെ ഒരു മിനിറ്റ് സർ. ചാർജർ കേബിൾ ലൈറ്റ് ഒന്ന് കുറച്ചേക്കട്ടെ, അപ്പോൾ ചിലപ്പോൾ ക്ലിയർ ആയിട്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആണ്. നമുക്ക് റെൻഡർ ചെയ്യുമ്പോൾ അത്യാവശ്യം ക്ലാരിറ്റി കിട്ടും. ഇതിപ്പോൾ ഞാൻ റിയൽ ടൈം റെൻഡറിൽ ഇട്ടേക്കുന്നത്, അപ്പോൾ ജസ്റ്റ് വ്യൂ ചെയ്യുമ്പോൾ ഉള്ളൊരു ക്ലാരിറ്റി പ്രശ്നമാണ്. ഹലോ. ഓക്കെ. അത് റിഫ്ലക്ഷൻ ആണല്ലേ? റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, അതാണ് ആ ഷേപ്പിൽ എന്തൊരു ഡൗട്ട്. അത് ഗ്ലാസ്. ഓക്കെ, ഗ്ലാസ് അങ്ങനെ വേണോ, അല്ലെങ്കിൽ എങ്ങനെയാണ്, ഇങ്ങനെ തന്നെയാണോ, അല്ലെങ്കിൽ ഇത് വേണോ വേണ്ടയോ, ഇങ്ങനെ എന്തെങ്കിലും പറയണ്ടോ? ഈ ബോട്ടം കാണുന്നത് ക്ലോസറ്റ് ആണ്.
ഇതെങ്ങനെ അവിടെ കവേർഡ് ആയിട്ട് ഇപ്പുറത്തെ എങ്- ആ, അതിന്റെ ബോട്ടം ലൈന് കാണിച്ചേ, ഗ്ലാസിന്റെ ബോട്ടം ലൈൻ ഒന്ന് കേസർ കൊണ്ട് ഇവിടെ ജസ്റ്റ് നമുക്ക് ഒന്ന് കുറച്ച് മൂവ് ചെയ്ത്. ചെയ്യുമ്പോ ഇത് ഹൈറ്റില്, ഐ മീൻ ഇവിടെ ഒരു ഇത് വരുമല്ലോ, സിമെന്റിന്റെ ഒരു ഇത്. ഓക്കെ, അതിന്റെ അതാ മൂലക്ക് ഒരു ഗ്യാപ്പ്, അതെന്താ സംഭവം? ഇവിടെ നമുക്ക് വെള്ളം പോവാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവത്തില്ലേ, അത് ഈ ഡ്രൈനേജ്. അറ്റത്തേക്ക് കൊടുക്കും. ആ ഒരു ഓക്കെ, ആ ഓക്കെ. സ്പേസ് അത് വെറും അത് ഫ്രീ സ്പേസ് മാതിരിയാ? ഏതാണ് ഈ ഒരു സ്പേസ് ആണോ? ഇതാണോ? അതെന്താ? അത് ആ നമ്മൾ ഇവിടെ ഇത് ചെയ്തില്ലേ, ഈ ഒരു പോർഷൻ ചെയ്തില്ലേ, ആ അത് വോളിന് പുറത്തേക്കാ കൊടുക്കണമെങ്കിൽ ഇതേപോലെ രണ്ട് ഭാഗത്ത് ഇങ്ങനെ സ്പേസ് വരും. ഇതിന് അകത്തേക്ക് കൊടുക്കുമ്പോൾ അത്രയും വരില്ല. പക്ഷെ ഇതിൽ കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇതൊക്കെ വരുന്ന മീൻ സ്റ്റോറേജ്, വാട്ടർ സ്റ്റോറേജ് ഇതൊക്കെ വരുമ്പോൾ അത് കൺസീൽഡ് ആയിട്ടായിരിക്കില്ലേ വരിക. എങ്ങനെയാണ് ഓക്കെ. വേണ്ടത്? ഇതിങ്ങനെ മതിയോ? അതല്ല അതൊക്കെ ആ ഞാൻ പറയുന്നത് മറ്റേ ഈ ഷവർ ഏരിയയിൽ ഇതില്ലേ, ആ ഷവർ ഏരിയ ഗ്ലാസ്, ആ അത് ഫുൾ ലെങ്ത് ആക്കാൻ പറ്റുമോ? ഫുൾ ലെങ്ത് ആക്കാൻ കുഴപ്പമില്ല. അതപ്പോൾ ഇവിടെ കുറച്ചൊരു 20 സെന്റിമീറ്റർ നമ്മൾ ഇവിടെ നിന്ന് ഗ്യാപ്പ് വിട്ടിട്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ പക്ഷേ അത് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നായിരിക്കും അപ്പം അതിൻ്റെ ഓപ്പണിങ് അങ്ങനെ കൊടുക്കാം. അങ്ങനെ മതി. ഓക്കെ. അതായത് പിന്നെ ഷവറിന്റെ തൊട്ടടുത്ത് തന്നെ ഓപ്പണിംഗ് അല്ല, ഷവർ ഫുള്ളായിട്ട് അതൊരു വെറ്റ് ഏരിയ ആക്കാന്നല്ലേ? അത് അതിന്റെ ഉള്ളിൽ ഫുൾ ആയിട്ട് വെറ്റ് ഏരിയ ആയിക്കോ. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പം നമുക്ക് എല്ലാ വാഷ്റൂം അപ്പം അതേപോലെ തന്നെ ചെയ്യാം. പിന്നെ പിന്നെ അപ്പൊ അതിന്റെ ഇത് ഡ്രൈ ഏരിയയിലേക്ക് ഒരു ഇത് വേണം, രണ്ട് സ്ഥലത്തേക്ക് പിറ്റ് വേണം. പിറ്റ്, വേസ്റ്റ് എന്താ പറയാ, വാട്ടർ ഡ്രെയിൻ പിറ്റ്. മനസ്സിലായി. അപ്പൊ ഒന്ന് വേണമെങ്കിൽ ഈ ഭാഗത്തായിട്ട് ഒരെണ്ണം വാഷ് ബേസിന്റെ വാഷ് ബേസിൻ ഉള്ളോട്ടായതുപോലെ. ഷവർ ഫുൾ ലെങ്തായി. വാഷ് ബേസിൻ അത് വാഷ് ബേസിനെ അത് വാഷ് ബേസിന്റെ ലൊക്കേഷൻ ഈ വോളിലോട്ടാക്കണോ? അല്ല, അത് വേണ്ട, അതല്ല പ്രശ്നം. വാഷ് ബേസിനും ഡോറും ആണ് പ്രശ്നം. വാഷ് ബേസിനും ഡോറും എന്താണ് ഡോർ ഓക്കെ, കുറച്ച് സൂം ഔട്ട് ആക്കി, സൂം ഔട്ട്. ഓക്കെ. ഓക്കെ, അവിടെ ഇതില്ലേ, മിറർ എവിടെയാ? വാഷ് ബേസിന്റെ മുകളിലല്ലേ? എന്തോ മിറർ വാഷ് ബേസിന്റെ മുകളിലല്ലേ? മിറർ ഇവിടെ വെക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാം. വാഷ് ബേസ് ഈ മിറർ എവിടെയാ വെച്ചത്? മിറർ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ടോയ്ലറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ടോയ്ലറ്റ് മിറർ ആവശ്യമാണ്. സ്ക്വയർ മിറർ. ഓക്കെ. അതായത് വെള്ളം ഇതാവാത്ത രീതിയിൽ കുറച്ച് ഹൈറ്റില്. മനസ്സിലായി. നമ്മൾ നോർമലി 100 above ആയിട്ട് ഒരു റെക്ടാങ്കിൾ, ഹൊറിസോണ്ടൽ ആയിട്ട് റെക്ടാങ്കിൾ മിറർ ഇങ്ങനെ. ഓക്കെ, അവിടെ ഒരു ലൈറ്റിംഗ്. ഓക്കെ. മിററിൽ തന്നെ ലൈറ്റ് ഉള്ളത് വേണോ, അല്ലെങ്കിൽ വേറെ ലൈറ്റ്സ്, വേറെ ടീ ബൾബ് പോലെ അങ്ങനെ വേറെ നമ്മൾ വെക്കണോ? മിററിൽ ലൈറ്റ് ഉള്ളത് മതി, സ്ക്വയർ ആയിട്ട്. ഓക്കെ, മനസ്സിലായി. പിന്നെ മിററിന്റെ സൈഡിൽ ഒരു ഇത് വേണ്ട, മറ്റേ സ്റ്റോറേജ്, അതല്ല, സൂമിങ് മിറർ റൗണ്ട് ആയിട്ട്. മനസ്സിലായി. ഒരു ഇതുള്ളത് മനസ്സിലായി. അതിന്റെ മോഡല് കിട്ടുമോന്നുള്ളത് ഡൗട്ടാണ്. മോഡല് നമുക്ക് ഇതിൽ കിട്ടുമോന്നുള്ളത് ഡൗട്ടാണ്. ഞാൻ അല്ലെങ്കിൽ പൊസിഷൻ കാണിച്ചെങ്കിലും വെച്ചേക്കാം.
ആ ഓക്കെ ഓക്കെ, ആ റൗണ്ട് കാണിച്ചാൽ മതി. ആ റൗണ്ട് മിറർ, ആ അതായത് പിന്നെ ഇതിന്റെ പൈപ്പിന്റെ വാളില്ലേ, മിറർ മിറർ വെക്കുന്നതിന്റെ ഏഹ്, ഏഹ്, ഇതായിട്ട് ആ വാളിന്റെ മിററിന്റെ താഴെയായിട്ട് ആ ഡോർ സൈഡ് കോർണറിൽ മിററിന്റെ നേരെ താഴെയായിട്ട് കാണിച്ചാൽ മതി. ഉം. ആ അത് നമുക്ക് മിററിന്റെ അങ്ങനെ ഫിറ്റ് ചെയ്യാം, ജസ്റ്റ് ആ കാണിച്ചാൽ മതി, ഓക്കെ ഓർമ്മിക്കാം. ഓക്കെ ശരി. ഇത് ഇങ്ങനെ തന്നെ മതിയല്ലോ അല്ലേ നമുക്ക് ഇവിടെ വരുന്ന ഈ ഒരു സ്പേസ്? അല്ലല്ല, വേറൊന്നുണ്ട്. ആ വാഷ് ബേസിന്റെ അവിടെ ആ ഗ്രാനൈറ്റ് സ്ലാബിന്റെ ആവശ്യം ഉണ്ടാവണം. ആ വാഷ് ഇത് മതിയാവത്തില്ലേ? വാഷ് ബേസിന് ഇങ്ങനെ വാഷ് ബേസിന്റെ ടോപ്പ് വ്യൂ മാത്രം കണ്ടാൽ മതി. അതായത് ഒരു 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 സ്ലാബ് എവിടെ, ഇല്ല മനസ്സിലായോ? വാഷ് ഇല്ല ബേസിൻ, ഇല്ല വാഷ് വാഷ് ബേസിൻ, വാഷ് അതില് ഫിക്സ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ വാഷ് ബേസിന്റെ ഇപ്പോൾ ഏത് പോർഷൻ നമ്മളിപ്പം അയ്യോ ഇതിന് വേറെ നമ്മളൊരു സ്റ്റോറേജ് സ്പേസ് വേറെ കൊടുക്കണം എന്നാണോ ഉദ്ദേശിച്ചത്? സ്റ്റോറേജ് അല്ല, ആ വാഷ് ബേസിന്റെ പുറത്ത്, അതായത് നമുക്കിപ്പം അവിടെ ഒരു പിന്നെ ഗ്ലാസ് വെക്കാൻ, ഗ്ലാസും പിന്നെ നമുക്കിപ്പം പിന്നെ ഇപ്പൊ പല്ല് ടൂത്ത് ആ പേസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അവിടെ വെക്കൂലേ, ആ ആ ആ ആ ആ ഒരു ഇത്. ഓക്കെ. ആ അപ്പം അതായത് ഞാൻ ജസ്റ്റ് ഒരു വിചാരിച്ചു അത് വാഷ് ബേസിന്റെ അവിടെ സൈഡ്, വാഷ് ബേസിൻ ഈ സ്ലാബിന്റെ ഇതിലാക്കിയാൽ മതി. അപ്പൊ അവിടെ ഒരു ചെറിയൊരു സ്പേസ് കിട്ടുമല്ലോ അവിടെ. ആ ഈ പോർഷനിലായിട്ടാണോ? അതിന് കാണുന്നില്ല. ആ ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഭാഗം കാണാൻ പറ്റുന്നുണ്ടോ തൽക്കാലം? ഇപ്പൊ ബ്ലാക്ക് ആയിട്ടുള്ള കാണുന്നു. അല്ല സർ, ഈ സ്ക്രീനില്ലേ ഇപ്പം എൻ്റെ കഴ്സർ പോകുന്നത് കണ്ടോ? ആ ആ കണ്ടു. ഈ തൽക്കാലം ഇതിലൊന്ന് നോക്കാമോ? അത് ആ എടുക്കുമോ? ആ എന്താ ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. ആ മനസ്സിലായി. അതായത് ഇവിടെ വേറെ ഒരു ഇത് കൊടുക്കണം എന്നാലും മീൻ ഗ്ലാസിന്റെ പോലെ എന്തേലും അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ബ്രഷും ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് വേണം അല്ലേ? ആ അതും വേണം. ആ അത് മിററിന്റെ സൈഡിൽ കേട്ടോ. ആ ഇത് നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കും മിറർ വെക്കുക. അപ്പൊ ഈ ഒരു പോർഷനിലായിട്ട് കുറച്ച് മിററിന്റെ സൈഡിൽ ആയിട്ട് ഒരു ചെറിയൊരു ഇത് റാക്ക്. അത് നമുക്ക് ഇതുണ്ടെങ്കിൽ അത് വേണ്ടി വരുമോ? ഈ ഒരു സ്റ്റോ അതിപ്പോ നേരെ ക്ലോസറ്റിന്റെ മുകളിലായിട്ടല്ലേ വരുന്നത്. ഓക്കെ, എന്നാൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ ഓക്കെ. സ്പേസിൽ അത് എന്നാ അത് ഒഴിവാക്കുക. ഞാൻ പറയുന്ന കേക്ക്. ആ അതായത് വാഷ് ബേസിൻ